കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സേമിയ വെച്ചിട്ടാണിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു വെറൈറ്റി പായസമാണ്. സേമിയ വെച്ചിട്ട് സാധാരണ നമ്മൾ പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറില്ലേ, എന്നാൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റിയും കൂടി ആയാൽ നല്ലതല്ലേ. നമുക്കതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കാഷ്യൂനട്ടും റൈസിൻസും വറുത്ത് കൊടുക്കാം. പായസത്തിലേക്ക് ചേർക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. കരിയാതെ വേണം. കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതിലേക്ക് റൈസിൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ കരിയാതെ ഞാനൊന്ന് മൂപ്പിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ ആ നെയ്യിൽ തന്നെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. റോസ്റ്റഡ് അല്ലാത്തതാണെങ്കിൽ അല്പം കൂടി നെയ്യ് ഒഴിച്ചിട്ട് കുറച്ചധികം സമയം വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. എനിക്ക് റോസ്റ്റഡാണ് കിട്ടിയിട്ടുള്ളത്. അത് സാധാരണ നമ്മൾ നെയ്യൊന്നും ചേർത്തിട്ടായിരിക്കില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിയാതെ വേണം. റോസ്റ്റഡ് സേമിയ ആയതുകൊണ്ടാണ് കേട്ടോ ഈ കളറ്. മറ്റേ വെള്ള കളറുള്ളതാണെന്ന് വെച്ചാൽ കുറച്ചധികം സമയം നമ്മൾ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. ഇത്രയും മതി കേട്ടോ. ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കണം. പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ അറിയില്ലേ, അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൈവിടാതെ ഇളക്കി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ഒരു കോഫി കളർ ആവുന്നത് വരെ നമുക്കൊന്ന്, കൂടുതലാവാൻ പാടില്ല കേട്ടോ. ഇളം ബ്രൗൺ കളറായിട്ട് വന്നിട്ടില്ലേ, കോഫിയുടെ കളറ് അതേപോലെ ആയാൽ മതി. ഇത്രയാവുമ്പോൾ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ വിട്ട് വരില്ലേ, ഇതേ പരുവത്തിലാവുമ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കയ്യിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ അത്യാവശ്യം ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ നേരത്തെ ഉപയോഗിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ് ചേർത്ത് കൊടുത്തത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം. സിമ്മിലൊക്കെ ഇട്ടിട്ട് മതി. കടായിയൊക്കെ നന്നായി പഴുത്തിരിക്കാവില്ലേ, കരിഞ്ഞൊന്നും പിടിക്കണ്ട, സ്മെല്ല് മാറണ്ട. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, എന്നാലേ നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ അല്ലേ. ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. മിൽക്ക് മെയ്ഡും കാരമലൈസ് ഷുഗറും കൂടി ഒന്ന് മിക്സായിട്ട് വന്നിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് വരും. അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കാം. ഈ സമയം തന്നെ വീണ്ടും അത് കൈവിടാതെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് അരിഞ്ഞ് ചേർന്നോളും കേട്ടോ. കുറച്ച് സമയം വെച്ചാൽ പാലിലേക്ക് ഇതെല്ലാം കൂടി മിക്സായിട്ട് നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും കൂടി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഈ സമയം നമുക്ക് സേമിയ പതുക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണെങ്കിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിലാണെങ്കിൽ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി സാധാരണ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ സേമിയ ഒന്ന് വെന്ത് കുറുകി വരട്ടെ കേട്ടോ. കുറച്ച് സമയമൊക്കെ വെച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും സേമിയൊക്കെ വെന്തു, പാലൊക്കെ കുറുകി വന്നത് കണ്ടില്ലേ. ഇനി നമുക്കതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിൽ നെയ്യൊക്കെ ഇതിലേക്കൊന്ന് വരട്ടെ കേട്ടോ. നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു ചെറിയൊരു സ്പൂൺ ഏലക്കത്തരി പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. ഏലക്കയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ സേമിയ പായസത്തിനൊക്കെ. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക രീതിയിലുള്ള പായസമാണ് കേട്ടോ അത്. വേറൊരു കാര്യം, എനിക്ക് ഇത്തിരി സേമിയ കൂടിപ്പോയി. ഇത്രയും സേമിയ വേണ്ട കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കട്ടയായിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് കഴിച്ചത്. കുറച്ച് സേമിയ കുറയ്ക്കാം. അത് ലൈറ്റിലാണ് ആ കളറ്. ഇതാണ് കേട്ടോ ഒറിജിനൽ കളറ്. ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള പായസമാണ്. എല്ലാവരുടെയും ഒന്ന് അഭിപ്രായം പറയണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.